ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. സഫ കൃഷിയിലേക്ക് എല്ലാവർക്കും കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് ബീഡ്സുകൾ വെച്ചിട്ട് കേട്ടോ, 2 തരം ബീഡ്സ് വെച്ചിട്ട് 2 ഐറ്റം ബ്രേസ്ലെറ്റ് ആണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു ഫിഷിംഗ് ത്രെഡ് എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് കട്ടിങ് ത്രെഡാണ് കേട്ടോ. ഇപ്പോൾ എടുക്കുമ്പോൾ ഒന്ന് കട്ടി കുറഞ്ഞത് എടുക്കാൻ നോക്കുക. ഇനി ഞാൻ ഇതുപോലത്തെ ക്രിസ്റ്റൽ ബീഡ്സാണ് എടുത്തിട്ടുണ്ട്. ബ്ലാക്ക് കളറാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഗോൾഡിൻ്റെ നമ്മളെ ഷുഗർ ബീഡ്സ് ഇല്ലേ, ആ ഒരു ബീഡ്സുമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഈ ത്രെഡിലോട്ട് ഇതുപോലെ രണ്ടാക്കി മടക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണത്തിലൂടെ ക്രിസ്റ്റൽ ബീഡ്സും ഒരെണ്ണത്തിൽ ഷുഗർ ബീഡ്സ് ഒരു 6 7 ഇട്ട് കൊടുക്കുക കേട്ടോ. അതായത് നമ്മുടെ ഈ ബ്ലാക്ക് ബീഡ്സിനൊന്ന് കവർ ചെയ്യുന്ന വിധത്തിൽ ഇതുപോലൊരു 7 ഇട്ട് കൊടുക്കാം. ഇതതുപോലെ ഒന്ന് കവർ ചെയ്ത് നിൽക്കണം കേട്ടോ. ഇനി ഇവിടെ ഒരു ബീഡ്സ് എടുത്തിട്ട് ഞാൻ ഇതുപോലെ ഒരു ബീഡ്സ് ഷുഗർ ബീഡ്സ് എടുത്തിട്ട് അതിൻ്റെ ഇടയിലൂടെ 2 ത്രെഡും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് കോർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടൈറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബീഡ്സുകൾ ഈ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. ഇത് ഞാൻ കാണിച്ചത് നമ്മുടെ ക്രിസ്റ്റൽ ബീഡ്സിൻ്റെ ഒരു സൈഡ് ഗോൾഡൻ ബീഡ്സ് കവർ ചെയ്ത വിധത്തിലായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. ഇനി നമ്മൾ നേരത്തെ ക്രിസ്റ്റൽ ബീഡ്സ് ഇട്ട ഭാഗത്ത് ഷുഗർ ബീഡ്സ് കൊടുക്കാം, ഷുഗർ ബീഡ്സ് ഇട്ട ഭാഗത്ത് ക്രിസ്റ്റൽ ബീഡ്സ് കൊടുക്കാം. അങ്ങനെ ഓപ്പോസിറ്റായിട്ട് ഒന്നും കൂടി കോർത്തെടുക്കാം. ഇതുപോലെ കോർത്തെടുത്തിട്ടുണ്ട്. നമുക്കത് ഈ ഒരു പാറ്റേണിലാണ് കേട്ടോ നമ്മുടെ ബ്രേസ്ലെറ്റ് കിട്ടുക. അപ്പോൾ നമുക്ക് മുഴുവനായിട്ട് ഇതുപോലെ ഒന്ന് കോർത്തെടുക്കാം. ഇനിയും കുറച്ച് സ്പീഡിൽ ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ ടൈം വേണ്ടി വരും. ഇതുപോലെ മുഴുവനായിട്ട് കോർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അടിപൊളി ബ്രേസ്ലെറ്റിൻ്റെ പാറ്റേൺ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി ബാക്കി വന്ന ഭാഗം നമുക്ക് അതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇവിടെ നിന്ന് ഉരുക്കിയെടുക്കാം ലൈറ്റർ വെച്ചിട്ട്. ഇതുപോലെ 2 ത്രെഡും ഞാൻ ഒന്ന് ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് അഡ്ജസ്റ്റബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു ചെയിനും ഒരു ഫിഷ് ഹുക്കും 2 സൈഡിലൊന്ന് പിടിപ്പിച്ച് കൊടുക്കുക കേട്ടോ. അതുപോലെ 2 സൈഡിലും ഒന്ന് ലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടിപൊളി ബ്രേസ്ലെറ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. വീഡിയോയിൽ കാണുന്നത് പോലെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ ഗോൾഡൻ കളറും ബ്ലാക്ക് ബീഡ്സും കാണാൻ വേണ്ടിയിട്ട് വീഡിയോയിൽ അത്ര കളർ തോന്നിക്കണില്ല. ഇനി നമുക്ക് അടുത്ത ഒരു പാറ്റേൺ കൂടി ചെയ്തെടുക്കാം. അതിന് ഞാൻ ഇതുപോലെ ഒരു ത്രെഡ് എടുത്തിട്ട് സെൻറ്ററിൽ മടക്കിയിട്ട് ഇതുപോലെ 2 എടുത്തിട്ടുണ്ട്. ഇനി 2ലൂടെയും നമുക്ക് ഇതുപോലെ ബീഡ്സ് കയറ്റി കൊടുക്കുക കേട്ടോ. 2ലൂടെയും തുല്യമായിട്ട് അളവിലുള്ള ബീഡ്സ് കയറ്റി കൊടുക്കുക. വീണ്ടും ഒരു ബ്ലാക്ക് ബീഡ്സ് ഇട്ടിട്ട് ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും 2 സൈഡിലൂടെയും അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിട്ട് ഇതുപോലെ നമുക്കൊന്ന് ലോക്ക് ചെയ്തെടുക്കാം. വീണ്ടും ഗോൾഡൻ ബീഡ്സ് എടുക്കുക. ഇതതുപോലെ 2 സൈഡിലും സെയിം അളവിൽ ബീഡ്സ് ഇട്ടിട്ടുണ്ട്.
വീണ്ടും നമുക്ക് ഒരു ബീഡ്സ് ഗോൾഡൻ ബീഡ്സ് തന്നെയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അതുപോലെ 2 ത്രെഡും കൂടി കൂട്ടിയിട്ടൊന്ന് കയറ്റി കൊടുക്കാം. ഒരു ബീഡ്സിൻ്റെ ഉള്ളിൽ 2 ത്രെഡും കൂട്ടി കയറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കത് അതുപോലെ കിട്ടിയിട്ടുണ്ടാവും. ഇനി വീണ്ടും ഓരോ ത്രെഡിലും ഗോൾഡൻ ബീഡ്സ് ഇടുക. വീണ്ടും ബ്ലാക്ക് ബീഡ്സ് ഇട്ടിട്ട് ഇതുപോലെ 2 ത്രെഡും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കയറ്റിയെടുക്കാം. ഈ ഒരു പാറ്റേണിൽ നമുക്കിനി ഇതിങ്ങനെ തുടർന്ന് പോവാം കേട്ടോ. ഇതാ നമുക്ക് ഈ ഒരു പാറ്റേണിലാണ് കേട്ടോ നമ്മുടെ ബ്രേസ്ലെറ്റ് നമുക്ക് കിട്ടുക. അപ്പോൾ നമുക്കിത് മുഴുവനായിട്ടൊന്ന് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് എത്രയാണോ നീളം വേണ്ടത് അതുപോലെ ചെയ്തെടുക്കാം. നേരത്തെ ചെയ്തതുപോലെ ത്രെഡൊന്ന് ഉരുക്കിയെടുക്കാം കേട്ടോ 2 സൈഡും. നമ്മൾ ആദ്യത്തെ ബ്രേസ്ലെറ്റും ചെയ്തതുപോലെ തന്നെ നമുക്ക് ചെയിന് അഡ്ജസ്റ്റബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയിനും ഫിഷോക്കും ഇതിനും വെച്ച് കൊടുക്കാം. അപ്പോൾ അത് ഞാൻ ഇവിടെ കാണിക്കണില്ല കേട്ടോ. അത് നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലത്തെ ബീഡ്സ് കയ്യിലുള്ളവർ എന്തായാലും ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ 2 മോഡലിലെ ബ്രേസ്ലെറ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായി കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കുക. ഇൻഷാല്ലാ അടുത്ത നല്ലൊരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ.